ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മറ്റൊരു മനോഹര ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ പ്രിയ ഗായിക സജന.
ആദ്യം തന്നെ സജില ഒരു ബിഗ് താങ്ക്സ്. നല്ലൊരു ബ്യൂട്ടിഫുൾ മെഡ്ലി എല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകരും ആസ്വദിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് പെരുന്നാളെന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ്. ഓരോ ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും സ്പെഷ്യലാണ്. പക്ഷെ എപ്പോഴും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷമുള്ള പെരുന്നാൾ, ഒരു പുതിയ ഫാമിലി, അതൊരു കുറച്ച് സ്പെഷ്യാലിറ്റി കൂടുതലായിരിക്കും അല്ലേ? എങ്ങനെയാണ് പൊതുവെ കല്യാണത്തിന് ശേഷമുള്ള പെരുന്നാൾ ആഘോഷം? ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. വീണയ്ക്കും ഈദ് മുബാറക്. എനിക്ക് കല്യാണത്തിന് മുന്നേ പറയുകയാണെങ്കിൽ എനിക്ക് ഒരാൾ മിസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണ്, നമ്മൾ എപ്പോഴും പെരുന്നാളിന് ഗൾഫ് കൺട്രീസിലായിരിക്കും ഷോസ് ഉണ്ടാവും. ഒരിക്കലും നാട്ടിൽ കൂടാൻ പറ്റാറില്ല. അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ. ഇനി ഇപ്പം എനിക്ക് പെരുന്നാളിനെ മിസ് ചെയ്യുന്നത് എൻ്റെ മോളെയാണ്. കാരണം ഞാനും ഹസ്ബൻഡും ഗൾഫിലായിരിക്കും. അപ്പോൾ മോളെ വല്ലാണ്ട് മിസ് ചെയ്യും. അതിനെയാണ് വലിയൊരു പെരുന്നാളിൻ്റെ ഒരു മിസ്സിങ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും തിരിച്ച് വന്നിട്ടാണോ അപ്പോൾ ആ സ്പെഷ്യൽ ചെറിയ പെരുന്നാൾ വിഭവങ്ങളൊക്കെ മൂക്കുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? അങ്ങനെയാവാം, ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരുപാട് നന്ദി. നല്ലൊരു പാട്ട് നമുക്ക് സമ്മാനിച്ചു. അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു അനുഭവം കല്യാണത്തിന് ശേഷമുള്ള പെരുന്നാളിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്.